36 വയസ്സിന് ശേഷം എനിക്ക് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് അല്പം ഭയം തോന്നിയിരുന്നു. ഈ ശരീരത്തിന് അല്പം ശ്രദ്ധയും കാര്യങ്ങളും വേണം ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. അങ്ങനെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു യോഗ ക്ലാസ്സിന് ചേർന്നത്. രാത്രിയിൽ 7 മണിക്ക് ക്ലാസ്സിനെത്തിയ സമയത്ത് അവിടെ 5-6 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു ഞാൻ അവനെ ആദ്യമായിട്ട് കാണുന്നത്. ഏകദേശം 30 വയസ്സ്, അത്യാവശ്യം നല്ല പൊക്കവും നല്ലൊരു വെയിറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു പയ്യൻ. അവനെ കുറിച്ച് കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ അതിലില്ലാത്തൊരു ആത്മവിശ്വാസം, പിന്നെ നൽകുന്ന ഒരു പ്രതികരണമാണെങ്കിലും ശരി, എന്നെ ആലോചിച്ചെടുക്കുന്ന തീരുമാനം പോലെ എനിക്ക് തോന്നി. എന്നെ കണ്ട സമയത്ത് തന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് എന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഞാനും അതേപോലെ നോക്കിക്കൊണ്ട് നിന്നു. അത് കണ്ട സമയത്ത് എനിക്കൊരിക്കും അതൊരു സാധാരണ ഗ്രീറ്റിംഗ്സ് ആണെന്ന് അങ്ങനെ തോന്നിയതേയില്ല. ഫസ്റ്റ് ഡേ ആണോ എന്നവൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ അതേന്ന് മൂളി. പെട്ടെന്നൊരു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു, റിലാക്സ്, നിങ്ങളുടെ ബോഡി നിങ്ങളെ കേൾക്കാൻ കുറച്ച് സമയമെടുക്കും. അത് പറയുന്ന സമയത്ത് തന്നെ എന്റെ ബ്രീത്ത്, എന്റെ ശ്വാസം അതവൻ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ക്ലാസ് തുടങ്ങി. ആ ഒരു സമയം ആ ഒരു ക്ലാസ് റൂമിൽ ഒരു മാറ്റ് കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നു. അതിൽ ഞാൻ ഇരുന്ന സമയത്ത് തന്നെ അവൻ എന്റെ അടുത്തിലേക്ക് വന്നു. പെട്ടെന്ന് അവൻ എന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ബാക്ക് സ്ട്രൈറ്റ്, ഐസ് ക്ലോസ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഞാൻ അതുപോലെ ഒരു പുഞ്ചിരിയോടെ അങ്ങനെ ചെയ്തു. ഞാൻ കണ്ണടച്ചു. കുറച്ച് സമയത്തിന് ശേഷം അവൻ എന്റെ പിന്നിൽ വന്ന് നിന്നിട്ട് വളരെ അടുത്ത് നിന്നു. എന്നെ സ്പർശിക്കുന്നില്ല, പക്ഷേ എനിക്ക് ആ ശ്വാസം എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ നിൽക്കുന്നത്. പെട്ടെന്നവൻ എന്റെ പിന്നിൽ നിന്നിട്ട് പറഞ്ഞു, ഷോൾഡർ ജസ്റ്റ് റിലാക്സ്. ആ സമയം തന്നെ അവൻ എന്റെ അരികിൽ വന്നു നിന്നു. എനിക്കത് ആ ഒരു സാമീപ്യം അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. എങ്കിലും ആ ഒരു സമയത്ത് എന്റെ ശരീരം എന്തോ പ്രതീക്ഷിച്ചതുപോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ആ നിമിഷം അവൻ പെട്ടെന്ന് പറഞ്ഞു, ഗുഡ്, വെരി ഗുഡ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, അത് ഞാൻ ബ്രീത്ത് എടുത്ത സമയത്ത് എന്റെ ശ്വാസത്തിന് വേണ്ടി പറഞ്ഞതാണോ അതോ എനിക്ക് വേണ്ടി പറഞ്ഞതാണോ എന്നെനിക്ക് മനസ്സിലായില്ല. ഏകദേശം ഒരു പോസ്റ്റർ കഴിഞ്ഞ സമയത്ത് അവൻ പെട്ടെന്ന് എന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ബോഡി നിങ്ങളെ കേൾക്കുന്നുണ്ട്, ഇനി കേൾക്കേണ്ടത് നിങ്ങളാണ്. അത് പറയുന്ന സമയത്ത് ഞാൻ കണ്ണു തുറന്ന് അവരെ നോക്കി ഒരു പുഞ്ചിരി പാസ്സാക്കി. ആ നിമിഷം അവിടെ മുഴുവൻ നിശബ്ദമായിരുന്നു, വളരെയധികം നിശബ്ദത. പക്ഷേ എന്തോ ഒന്ന് സംഭവിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്റെ മനസ്സിൽ എന്തൊക്കെയോ ചാഞ്ചാടി. ഒരുവിധം ക്ലാസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റി ചുരുട്ടി. പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ടുമോറോ ഓൾസോ യു ക്യാൻ കം. ഒരു പുഞ്ചിരിയോടെ ഒരു സാമീപ്യത്തോടെ ഞാൻ പറഞ്ഞു, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ആ നിമിഷവും എന്റെ മനസ്സ് അവിടെ തന്നെയായിരുന്നു. എന്റെ ശരീരം യോഗയുമായിട്ട് പൊരുത്തപ്പെട്ട് തുടങ്ങിയെങ്കിലും പക്ഷേ മനസ്സെന്തോ അവിടെ നിന്ന് കടന്നു വരാൻ തോന്നുന്നില്ലായിരുന്നു. ആ ഒരു അവസ്ഥയിൽ ഞാൻ തിരികെ വീട്ടിലെത്തിയ സമയത്തും മനസ്സിൽ ആകെ ഒരു ചാഞ്ചട്ടം. എന്തോ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് തോന്നി. എനിക്ക് വീണ്ടും പോകണം എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. അങ്ങനെ 2ാം ദിവസം ഞാൻ ക്ലാസ്സിലെത്തിയത് മുൻപത്തെ ദിവസത്തേക്കാൾ കുറച്ച് നേരത്തെ ആയിരുന്നു. ആ സമയം അവൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്തോ തിരക്ക് പിടിച്ച മാറ്റുകളെല്ലാം നിവർത്തിക്കൊണ്ടിരിക്കുന്നു. എന്നെ കണ്ടതും അവൻ പറഞ്ഞു, ഏർലി മോർണിംഗ്, നേരത്തെ എത്തിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊരു ഹാബിറ്റ് ആവട്ടെ മാഷേ എന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു. അവൻ തല കുനിച്ചുകൊണ്ട് പിന്നൊന്നും മിണ്ടിയില്ല. എന്നെ നോക്കാതെ ആ മാറ്റ് വിരിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ക്ലാസ് തുടങ്ങിയ സമയത്ത് തന്നെ അവൻ എന്നോട് വന്ന് പറഞ്ഞു, ഇന്നത്തെ ക്ലാസ് കുറച്ച് കഠിനമായിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അത് ഒരിക്കലും ഡോണ്ട് ഫോഴ്സ് ടു യുവർ ബോഡി, ജസ്റ്റ് റിലാക്സ് ആൻഡ് ഡു എന്ന് പറഞ്ഞു. അത് കേട്ട സമയത്ത് തന്നെ ഞാനതനുസരിച്ചു. എന്നിട്ട് അവൻ ഒന്നുകൂടി ചേർത്തിട്ടു, ജസ്റ്റ് റിലാക്സ്, ഡോണ്ട് ഫോഴ്സ് യുവർ ബോഡി. അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ, എന്റെ ശരീരചലനങ്ങൾ ആവളം നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്നൊരു നിമിഷം
എന്റെ ശരീരത്തിന്റെ ചലനം ഒന്ന് തെറ്റി. ആ നിമിഷം തന്നെ അവൻ വിളിച്ചു പറഞ്ഞു, വെയിറ്റ് വെയിറ്റ്, റിലാക്സ് എന്ന് പറഞ്ഞു. അവൻ എൻ്റെ അടുത്തേക്ക് വന്നു, വളരെ അടുത്ത്. ആ നിമിഷം എന്നോട് ചോദിച്ചു, മേ. ആ ഒരു ചോദ്യം യോഗയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ആ ടൈം ഞാൻ ഒരിക്കലും ഉത്തരം പറഞ്ഞില്ല. ആ നിമിഷം ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ അവൻ എന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ മൃദുവായി പിടിച്ചു നിർത്തി. പക്ഷേ ആ നിമിഷമുള്ള ആ ഒരു വിരൽ സ്പർശം പോലും എന്റെ ശ്വാസത്തിന്റെ ഗതി മാറ്റി. എനിക്കെന്തോ ഒരു നല്ലൊരു ബ്രീത്ത് തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. സ്റ്റേ ഹിയർ, ഡോണ്ട് മൂവ്. പെട്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു. പെട്ടെന്ന് അവന്റെ ശബ്ദം എന്റെ ചെവിക്കരികിൽ. ഞാൻ പതുക്കെ പതുക്കെ ശ്വാസം എടുക്കാനായി ശ്രമിച്ചു. അവൻ ആ നിമിഷവും കൈമാറ്റിയില്ല. പെട്ടെന്ന് അവൻ പറഞ്ഞു, ഗുഡ്, വെരി ഗുഡ്. ആ വാക്കുകൾ നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്ന് ആ ഒരു ക്ലാസ്സിൽ മുഴുവൻ അധികമൊന്നും സംസാരിച്ചില്ലെങ്കിലും അവൻ എന്നെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. അവൻ പെട്ടെന്ന് അടുത്ത് വന്നിട്ട് പറഞ്ഞു, യുവർ ബോഡി ഈസ് ലിസണിങ് സോ വെരി ഫാസ്റ്റ്. ആ പറയുന്ന സമയത്ത് ഞാൻ അവനെ നോക്കി ചിരിച്ചു. എല്ലാം ശരിയാകും എന്നവൻ പറഞ്ഞു. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് മാഷേ. ഞാനത് പറയുന്ന സമയത്ത് അവൻ തിരിച്ചു മറുപടി പറഞ്ഞു, സംടൈംസ് എക്സ്പീരിയൻസ് മേക്സ് ഇറ്റ്സ് ഹാർഡർ. ആ നിമിഷം അവനത് പറയുന്ന സമയത്ത് അത് യോഗയെക്കുറിച്ചാണെന്ന് ഞാൻ തന്നെ എന്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി. അന്നത്തെ ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നാളെ നമ്മുടെ ക്ലാസ് കുറച്ചുകൂടെ ഹാർഡർ ആയിരിക്കും, നമുക്ക് കുറച്ചുകൂടെ കാര്യമായിട്ട് ചെയ്യാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഞാൻ അവനെ നോക്കി. ശേഷം അവൻ എന്നെയും. പെട്ടെന്ന് ഞാൻ അവനോട് ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞേ? അവൻ ഒരു പുഞ്ചിരിയോട് പറഞ്ഞു, ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്, തന്റെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അവന്റെ കണ്ണുകളിൽ എന്തോ ഒളിപ്പിക്കുന്നത് പോലെ ആ നിമിഷം ഒരു പുഞ്ചിരിയോടെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടിറങ്ങി. വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ യോഗയായിരുന്നില്ല. എന്തോ ആ ഒരു ശബ്ദം, ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ആളുടെ ഒരു സംസാര ശൈലികൾ എല്ലാം എന്തോ ഇഷ്ടപ്പെടുന്ന പോലെ. അങ്ങനെ ആ രാത്രിയും കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ക്ലാസ്സിലെത്തുന്ന സമയത്ത് അവൻ എൻ്റെ അടുത്തിട്ട് പറഞ്ഞു, നമുക്കിന്ന് ക്ലാസ് നേരത്തെ തുടങ്ങിയാലോ എന്ന് പറയുന്ന സമയത്ത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിന്ന് കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം, അത് ശരീരത്തിന് നല്ലതാണ് എന്ന് പറയുമ്പോൾ ഞാനൊരു പുഞ്ചിരിയോടൊപ്പം സമ്മതിക്കുകയും ചെയ്തു. ആ നിമിഷം എൻ്റെ അടുത്ത് വന്നിട്ട് അവൻ വീണ്ടും പറഞ്ഞു, നമുക്ക് രണ്ടുപേർ കൂടെ ഒരുമിച്ച് തന്നെ യോഗ ചെയ്ത് നോക്കുന്നതിന് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഞാൻ ഒരു പുഞ്ചിരിയോട് കൂടി എന്തോ പറയാൻ മറുപടി എന്നതുപോലെ ഒരു നിമിഷം മൗനമായിട്ട് നിന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. ആ ഒരു നിമിഷം അവന് സാധാരണമായിട്ട് പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ ആ വാക്കുകൾക്ക് എന്തോ ഒന്ന് കുത്തി നോവിക്കുന്നത് പോലെ ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ആ ക്ലാസ് റൂമിൽ മറ്റാരും തന്നെ ഇല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു ആ സമയത്ത് ആ ക്ലാസ് മുറിയിൽ. ആ നിശബ്ദതയിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം. അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. ശേഷം എന്നോട് ചോദിച്ചു, നിങ്ങൾ ഓക്കെയാണോ? നമുക്കൊരുമിച്ച് യോഗ ചെയ്യുന്നതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് വീണ്ടും അവൻ ഒന്നുകൂടി എൻ്റെ അടുത്ത് ചോദിച്ചു. അത് വീണ്ടും ഒരു യോഗ ക്വസ്റ്റ്യൻ എന്ന പോലെ ഞാനത് കേൾക്കുന്നുണ്ടെങ്കിലും ഒന്ന് നന്നായിട്ട് ശ്വാസം എടുത്തു, നല്ല ലോങ് ബ്രീത്ത്. എന്നിട്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞു, ഓക്കെ, നമുക്കതങ്ങ് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു. അവൻ ആ ഷീറ്റ് എനിക്ക് അല്പം കുറച്ചുകൂടെ നീട്ടി. അതിനുശേഷം എന്നോട് പറഞ്ഞു, അവിടെ ഇരുന്നോളൂ, സിറ്റ്, ജസ്റ്റ് റിലാക്സ് ആൻഡ് സിറ്റ് എന്ന് പറയുമ്പോൾ ഒരു പുഞ്ചിരിയോടെ ഒരു അനുസരണ എന്ന് കുട്ടിയതുപോലെ ഞാൻ അവിടെ ഇരുന്നു. ആ നിമിഷവും ഞങ്ങൾ തമ്മിൽ അധിക ദൂരമൊന്നുമില്ല. തൊട്ടടുത്തിരിക്കുന്ന അവൻ എൻ്റെ അടുത്ത് പറയുന്നത് ഞാനത് കേൾക്കുന്നുണ്ട്, ക്ലോസ് യുവർ ഐസ് എന്ന് പറയുമ്പോൾ ആ ശ്വാസത്തിന്റെ ചൂട് പോലും എനിക്ക് അറിയുന്നുണ്ട്. അത്രയും ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരാളായിരുന്നു അവൻ. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ഇരുന്നു. ശേഷം എൻ്റെ കണ്ണുകൾ അടച്ചു. ആ നിമിഷം വീണ്ടും അവൻ പറഞ്ഞു, ട്രസ്റ്റ് യുവർ ബ്രീത്ത്, നോട്ട് മീ എന്ന് പറയുമ്പോൾ ഞാൻ ആ കണ്ണുകൾ അടച്ചുകൊണ്ട്
ശ്വാസം എൻ്റെ അരികിലേക്ക് എടുത്തു. അവൻ്റെ കാലുകൾ എൻ്റെ കാലുകൾക്കരികിലേക്ക്, അവൻ്റെ കൈകൾ എൻ്റെ കൈകൾക്കരികിലേക്ക് അങ്ങനെ നീക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു, ജസ്റ്റ് റിലാക്സ്, ജസ്റ്റ് ഹോൾഡ് ഓൺ എന്ന് മാത്രം അവൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ നിമിഷം അവൻ്റെ കൈകളെ പിടിച്ചുകൊണ്ട് പിന്നിലേക്ക് ചായുന്ന സമയത്ത് അവൻ്റെ ശരീരം മുന്നോട്ട് വന്നു. ഇടയിൽ എൻ്റെ ശ്വാസത്തിന് ദൂരം മാത്രം. ഞാൻ ആ നിമിഷം ഉയരുന്നതും താഴുന്നതും എല്ലാം ഒരു ശ്രദ്ധയോടെ കേൾക്കുന്നതും കാണുന്നതും അവനത് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കെന്തോ ആരുടേതോ എന്ന പോലെ ഒരു കംഫർട്ട് പോലെ തോന്നി. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഈ ഒരു ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കഥയ്ക്കായിട്ട് ഫോളോ ചെയ്യുക.